ഹലോ ഡിയർ വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡിഫറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ ഓരോരോ കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോയി. അപ്പോൾ ഇന്ന് എന്തായാലും തീരുമാനിച്ചു ആ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യാമെന്ന്. അപ്പം ഗോൾഡ് ഇഷ്ടമില്ലാത്തവരായിട്ട് നമ്മളിൽ ആരും തന്നെ കാണില്ല അല്ലേ? വളരെ കുറച്ച് ആളുകൾക്കാണ് ഗോൾഡ് ഓർണമെന്റ്സ് വെയർ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരുള്ളൂ. ഭൂരിഭാഗം പേർക്കും ഗോൾഡ് ഓർണമെന്റ്സ് വളരെ ഇഷ്ടമുള്ളവരാണ്. അതുപോലെ തന്നെ എനിക്കും വളരെ ഇഷ്ടമാണ്. അപ്പം എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഗോൾഡ് ഓർണമെന്റ്സ് വാങ്ങാറുമുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ പഴയതൊക്കെ ഇരിക്കുന്നത് ഞാൻ ഇടയ്ക്ക് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ മോഡലിലുള്ളതൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഓർണമെന്റ്സ് ഒക്കെ വാങ്ങുമ്പം എൻ്റെ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും പലരും ചോദിക്കാറുണ്ട്, എന്തിനാ ഇത്രയും വാങ്ങി കൂട്ടുന്നത്, ഇതെല്ലാം ഇടാറുണ്ടോ, ഇതൊന്നും ഇടുന്നില്ലല്ലോ എന്നൊക്കെ. പക്ഷെ നമ്മൾ എല്ലാം കൂടെ ഒന്നിച്ചിടാൻ വേണ്ടിയല്ല വാങ്ങുന്നത് അല്ലേ? നമുക്ക് മാറി മാറി വെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും ഓർണമെന്റ്സ് ഒക്കെ ഒന്ന് മാറി ധരിക്കുക, അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എനിക്കും വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഗോൾഡ് ഓർണമെന്റ്സ് വാങ്ങാറുണ്ട്. അപ്പം അങ്ങനെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഗോൾഡ് ഓർണമെന്റ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഈ ഒരു ബോക്സിലാണ് എൻ്റെ ഓർണമെന്റ്സ്. ഇതിപ്പോൾ ഞാൻ ലോക്കറിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ലോക്കറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഇങ്ങനെ ഒരു ബോക്സിലാണ് ലോക്കറിൽ വെച്ചിരുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങൾ ഞാനിങ്ങനെ പല ഇതായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു പൗച്ചിൽ കുറേ വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ തരം തിരിച്ച് വെക്കാൻ കാരണം ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർണമെന്റ്സ് എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ തരം തിരിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഡബ്ബയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇങ്ങനെ വേറൊരു ഡബ്ബയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ കമ്മല്, റിങ്സ്, അതൊക്കെ ഇതിനകത്ത് ചെറിയൊരു ഡബ്ബയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് എന്തൊക്കെ വെച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് എഴുതിയ ഒരു പേപ്പറും കൂടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ലോക്കറിൽ എൻ്റെ ഓർണമെന്റ്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ വാങ്ങുന്ന ഓർണമെന്റ്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഞാൻ വാങ്ങുന്നത് നെക്ലസ്സുകളും വളകളുമാണ്. അത് രണ്ടുമാണ് എൻ്റെ ഫേവറിറ്റ്. അപ്പം നെക്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നെക്ലസ് ധരിക്കുന്നതാണ് കൂടുതൽ സ്യൂട്ടായിട്ട് തോന്നുന്നത്, ഇറക്കമുള്ള മാലയേക്കാളും. പിന്നെ ഞാൻ വാങ്ങുന്നതെല്ലാം നമുക്ക് ചുരിദാറിൻ്റെ കൂടെയും സാരിയുടെ കൂടെയും ഒരുപോലെ വെയർ ചെയ്യാൻ പറ്റിയ ഓർണമെന്റ്സ് വാങ്ങാറുള്ളൂ. കാരണം കൂടുതലും ഞാൻ ചുരിദാറാണ് യൂസ് ചെയ്യുന്നത്. സാരിയൊക്കെ വല്ല കാലത്ത് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് സാരി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഞാൻ അങ്ങനെ വാങ്ങാറില്ല. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതും കാഷ്വൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതും ചുരിദാറിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയതുമായിട്ടുള്ള നെക്ലസ്സുകളാണ് ഞാൻ കൂടുതലായിട്ടും വാങ്ങാറുള്ളത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഒരു നെക്ലസ് കണ്ടു നോക്കാം. അതുപോലെ തന്നെ ഒരുപാട് വീതിയുള്ള നെക്ലസ്സുകളൊന്നും ഞാൻ വാങ്ങാറില്ല. കാരണം ഞാൻ പൊതുവെ അല്പം വണ്ണമുള്ള ശരീരമായതുകൊണ്ട് തന്നെ വീതിയുള്ള നെക്ലസ്സുകളൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ വീണ്ടും വണ്ണം തോന്നും. അതുകൊണ്ട് ഞാൻ അധികം വീതിയുള്ള തരം നെക്ലസ്സുകളൊന്നും വാങ്ങാറില്ല. ഒരു മീഡിയം ലെവലിലുള്ള നെക്ലസ്സുകളാണ് വാങ്ങുന്നത്. ഇതാണ് ഇപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന നെക്ലസ്. ഇത് ഒരു ചെട്ടിനാട് മോഡൽ നെക്ലസ് ആണ്. അതിൻ്റെ ഓരോ ഫ്ലവർ ഡിസൈനാണ്. അതിൻ്റെ ഇടയ്ക്കോടെ ഓരോ കല്ല് പതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണിത്. അപ്പോൾ ഇത് നമുക്ക് ചുരിദാറിൻ്റെ കൂടെയും സാരിയുടെ കൂടെയൊക്കെ വെയർ ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പം ഞാനിതിൻ്റെ തൂക്കം പറയുന്നത് പവൻ കണക്കിൽ പറയാം, അതായിരിക്കും പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് എളുപ്പം വരുന്നത്. അപ്പോൾ ഇത് 4.5 പവൻ്റെയാണ് ഈ ചെട്ടിനാട് നെക്ലസ്. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ. ഈ സെക്കൻഡ് വൺ അതും ഒരു ചെട്ടിനാട് നെക്ലസ് ആണ്. ഇതിപ്പോൾ ഈ ലാസ്റ്റ് ഡിസംബറിൽ വാങ്ങിയതാണ്. അപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു എന്നൊക്കെ. അപ്പം അന്ന് എനിക്ക് ഗിഫ്റ്റായിട്ട് ഹസ്ബൻഡ് വാങ്ങിച്ചു തന്ന ഒരു നെക്ലസ് ആണിത്. അപ്പം ഇതും ചെട്ടിനാട് തന്നെയാണ്. അപ്പം ഇതിൻ്റെ ബാക്ക് ചെയിൻ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. കാരണം ഇത് നമ്മൾ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന ഒരു നെക്ലസ് അല്ലാത്ത കൊണ്ട് ഇത് ഞാൻ ബാക്ക് ചെയിൻ ഇട്ടിട്ടില്ല. കാരണം എല്ലാം തന്നെ നെക്ലസ്സുകളാണ്. അപ്പോൾ എല്ലാത്തിനും ബാക്കിലേക്ക് ചെയിൻ ആവശ്യമാണല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാ നെക്ലസും വാങ്ങിക്കുമ്പോൾ ചെയിൻ വാങ്ങിക്കാറില്ല. അത്രയും തൂക്കം കുറഞ്ഞ് കിട്ടുമല്ലോ എന്നോർത്ത്. അപ്പം നമുക്ക് ബാക്ക് ചെയിൻ എടുത്ത് മാറ്റി മാറ്റി ഇടാവുന്നതേ ഉള്ളൂ. കാരണം ഇതിൻ്റെ ഈ ഒരു കൊളുത്തെന്ന് പറഞ്ഞാൽ നമുക്കത് അകത്തി എടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്ക് ചെയിൻ എല്ലാത്തിനും വാങ്ങിക്കാറില്ല. നമ്മൾ നെക്ലസ് മാറി മാറി ഇടുമ്പം ബാക്ക് ചെയിൻ ഓരോന്നിനും മാറ്റിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് റീസെൻ്റ് ആയിട്ട് വാങ്ങിച്ച ചെട്ടിനാട് നെക്ലസ്. അപ്പോൾ ഇത് 3.5 പവനാണ് ഇതിൻ്റെ തൂക്കം.
അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഇതിന് പെയർ ചെയ്യാൻ വേണ്ടി ഒരു വളയും വാങ്ങിച്ചു. അപ്പോൾ വള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വളയല്ല, ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു നല്ല വളയാണ്. ഇതിനകത്ത് സ്റ്റോൺ ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ ബീഡ്സ് ഉണ്ട്, അതെല്ലാം കൂടെ കെട്ടിയെടുത്തിരിക്കുന്ന ഒരു വളയാണ്. അപ്പോൾ വള പോലെയും ഒരു ബ്രേസ്ലെറ്റ് പോലെയും നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒരു കൊളുത്തും ചെയിനും പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയാണ്, ഒരു വെറൈറ്റിയാണ്. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. അപ്പം ഒരുപാട് എൻ്റെ കയ്യിലേക്ക് പറ്റി ചേർന്ന് കിടക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അവത്തേൽ 2-3 വട്ടക്കണ്ണിയൂടെ പിടിപ്പിച്ചതാണ്. അപ്പം നല്ല ഭംഗിയായിട്ട് കിടക്കും, ഒരു വെറൈറ്റി ഉണ്ടല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ വളകളും കാപ്പുകളൊക്കെയാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു വെറൈറ്റി ഉണ്ടല്ലോ അത്. പക്ഷേ ഇതൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് കയ്യിലോട്ടൊന്ന് വെയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ കൊളുത്തൊക്കെ ആയതുകൊണ്ട് അത് ഇടാനും ഊരാനും ഒക്കെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെയാണ് ഞാൻ ഇത്രയും കിടന്ന് ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ അത് കയ്യിലിട്ട് കഴിഞ്ഞാൽ നമുക്കിത് തന്നെയായിട്ടാണേലും ഇടാം, ഡെയിലി യൂസിനാണേലും ഇടാം. ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിലും ആ ഒരു നെക്ലസും അതിൻ്റെ കൂടെ ഈ ഒരു വളയും മാച്ചിങ് ആയിട്ട് എനിക്ക് ചെറിയൊരു സ്റ്റഡും ഉണ്ട്. ഇത് കോറലിൻ്റെ ഒരു സ്റ്റഡാണ്, ഇതിൻ്റെ സെറ്റല്ല, കോറലിൻ്റെ ഒരു സ്റ്റഡും ചെറിയ അവസ്ഥയിൽ ഒരു തൂക്കമായിട്ട്. അപ്പോൾ ഇത് 3 കൂടെ എനിക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ആ വള. പിന്നെ എൻ്റെ അടുത്ത നെക്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്വല്പം വലുപ്പം ഉള്ളതാണ്, എന്നാൽ ഓവറായിട്ടൊരു വലുപ്പമില്ല. ഇതിപ്പം സാരിയുടെ കൂടെയൊക്കെ വെയർ ചെയ്യാനാണ് നല്ലത്. ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പം സാരിയുടെ കൂടെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു നെക്ലസ്സാണിത്. ഇതും ഏകദേശം 4 പവനോളം വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് വലിയൊരു ലീഫിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്, ചെറിയ കുറേ ലീവ്സ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നു. ഈ സൈഡിലുള്ളതെല്ലാം സ്റ്റോൺ വർക്കാണ്. അത് തന്നെയല്ല, ഈ ഒരു വർക്കിനും നല്ലൊരു തിളക്കം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സാരിയുടെ കൂടെയൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഉള്ള എൻ്റെ ഒരു നെക്ലസ് ഇതാണ്. ഇതും ഒരു അല്പം വലിപ്പമുള്ളതാണ്, എന്നാൽ ഒത്തിരി ഓവറും അല്ല. പക്ഷെ ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്തിന് വലിയ വണ്ണമൊന്നും തോന്നുകയില്ല. എന്നാലും ചുരിദാറിൻ്റെ കൂടെയും സാരിയുടെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു നെക്ലസ്സാണിത്. അപ്പം ഇതും ഒരു പ്രത്യേകമായ ഒരു ഡിസൈനാണ്. നടുവിൽ മൊത്തം ഈ ഒരു ഭാഗം മൊത്തം ചെറിയ ബീഡ്സ്, ഗോൾഡൻ ബീഡ്സ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവത്തേൽ ഇനാമൽ പെയിന്റ് കൊടുത്തിട്ടുണ്ട്, പച്ചയും ചുമലയും ഇനാമൽ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലേക്കുള്ള ഒരു വർക്കൊക്കെ ഇങ്ങനെയാണ്. നടുക്ക് ചെറിയൊരു പെൻഡന്റും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും നമുക്ക് ചുരിദാറിൻ്റെ കൂടെയും സാരിയുടെ കൂടെയും ഒരുപോലെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നെക്ലസ്സാണ്. പിന്നെ അടുത്ത ഒരു നെക്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡും കൂടെ ചേർന്നിട്ടുള്ള ഒരു 2 ലെയർ നെക്ലസ്സാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരല്പം ഇറക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാരിയുടെ കൂടെ വെയർ ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ ചുരിദാറിന് കൂടെ ഞാൻ ഇത് വെയർ ചെയ്യാറുണ്ട്. അപ്പം ഒരുപാട് നമുക്ക് ഒരു കഴുത്തിൽ ഒരുപാടുള്ളതായിട്ട് തോന്നുകയുമില്ല, എന്നാൽ അത്യാവശ്യം കഴുത്ത് നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു നെക്ലസ് 3.5 പവനാണ്. പിന്നെ അടുത്ത എൻ്റെ ഒരു നെക്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു നെക്ലസ്, സിമ്പിളാണ്, നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ഒരു നെക്ലസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു മോഡൽ തന്നെയാണെന്ന് എനിക്കറിയാം. 2.5 പവന് വരുന്ന ഒരു ചെറിയ നെക്ലസ് ആണ്. അപ്പോൾ ചെറിയൊരു തണ്ടയിൽ അതിൻ്റെ നടുക്കായിട്ട് ലോക്കറ്റും കുറച്ച് മുത്തുകളും വരുന്ന ഒരു ചെറിയ മാല. അപ്പോൾ ഇത് ഡെയിലി യൂസിന് ഞാൻ ഉപയോഗിക്കുന്ന ഒന്നാണ്. പിന്നെ ഒരു നെക്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്റ്റോൺ വർക്ക് നെക്ലസ് ആണ്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ഇത് കാണുമ്പോൾ ചോദിക്കാറുണ്ട് ഇത് ഡയമണ്ട് ആണോ എന്നൊക്കെ. അപ്പം ഞാൻ വെറുതെ പറയും ഇത് ഡയമണ്ട് അതൊക്കെ പറയാറുണ്ട്. പക്ഷേ ഡയമണ്ട് ഒന്നും അല്ല, ഇത് സ്റ്റോൺ ആണ്, ഫുൾ സ്റ്റോൺ ആണ്. എന്നിട്ട് അതിൻ്റെ സൈഡിലേക്ക് ഒരു ലീഫ് പോലത്തെ ഒരു ഡിസൈൻ ഉണ്ട്, അതിലേക്ക് ഗോൾഡും റെഡും കൂടെയാണ് ഇത് കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെഡ് കളർ മിക്കവാറും ഇങ്ങനെ പൊളിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഞാനത് ചെയ്യുന്നത് റെഡ് കളറിലുള്ള എൻ്റെ നെയിൽ പോളിഷ് എടുത്തിട്ട് പതിയെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇപ്പോഴും അതുകൊണ്ട് തന്നെ അതിന് നല്ല കളറാണ്. അപ്പോൾ നമ്മൾ വൈറ്റ് ചുരിദാറൊക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഞാൻ ഇത് വെയർ ചെയ്യാറുണ്ട്. അപ്പം നല്ല സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്കായിട്ടിരിക്കും. അപ്പം ഇത് ഏകദേശം 3 പവനാണ് ഇതിൻ്റെ തൂക്കം വരുന്നത്. പിന്നെ ഉള്ളത് ഒരു കയറുമാല പോലെ തോന്നിക്കുന്ന ഒരു മാലയാണോ എന്ന് ചോദിച്ചാൽ മാലയാണ്, എന്നാലും നെക്ലസ് ആണോ എന്ന് ചോദിച്ചാൽ നെക്ലസ് ആണ്. എങ്ങനെ വേണേലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു മാല തന്നെയാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ ഒരു പണിയാണെങ്കിലും കുറച്ച് വ്യത്യസ്തമായ ഒരു പണിയാണ്. കാരണം ഇതിൻ്റെ ഒരു സൈഡ് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ഇങ്ങ് അഴിഞ്ഞു പോരും, അങ്ങനത്തെ ഒരു പണിയാണ്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു പെൻഡൻറ്റും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ പെൻഡൻറ്റും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ലുക്കാണ്. പ്രത്യേകിച്ച് നമ്മൾ സാരിയൊക്കെ കൊടുത്ത് കഴിയുമ്പം ഈ ഒരു മാല ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കാണ്. ഒരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പോകുമ്പോൾ ഈ ഒറ്റ ഒരെണ്ണം ഉണ്ടെങ്കിൽ മതി, നല്ലൊരു എലഗൻറ്റ് ലുക്കിൽ നിൽക്കും.
അപ്പോൾ ഇത് മാല ഏകദേശം 4.25 പവനും ഇതിൻ്റെ പെൻഡന്റ് 2 പവൻ അടുത്തുമാണ് ഇതിൻ്റെ തൂക്കം വരുന്നത്. പിന്നെ ഉള്ളത് ഒരു ചെറിയ ഡംബൽസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ മിക്ക വീഡിയോയിലും കണ്ടു കാണും. ഞാൻ കൂടുതലും വെയർ ചെയ്യുന്ന ഈ ഒരു സിമ്പിൾ ഒരു നെക്ലസ് ആണ്. കാരണം എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ഡെയിലി യൂസിന് പറ്റിയ വളരെ നല്ലൊരു ഇതാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നെക്ലസ് ആണിത്. നെക്ലസ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു മാല. ഇത് റോസ് ഗോൾഡ് ആണ്. ഈ മുത്തുകളെല്ലാം റോസ് ഗോൾഡ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കാണാനായിട്ട് നല്ലൊരു എലഗന്റ് ലുക്കാണ്. അപ്പോൾ ഇത് ഒരെണ്ണം നമ്മൾ ഏത് ഡ്രസ്സിൻ്റെ കൂടെ, നമുക്ക് ചുരിദാറിൻ്റെ കൂടെ ഇടാം. പിന്നെ മിക്കവാറും കുർത്തീസൊക്കെ ഇപ്പം ഇടുന്നതുകൊണ്ട് കുർത്തിയുടെ കൂടെ ഇടാനും ഇത് നല്ലതാണ്. അപ്പോൾ കുർത്തി നമ്മൾ ധരിക്കുമ്പം അതിൻ്റെ കൂടെ വലിപ്പമുള്ള ഓർണമെന്റ്സ് ധരിക്കുന്നത് ഒരു ഓക്വാർഡാണ്. അതുകൊണ്ട് തന്നെ ചെറിയ മാല, കമ്മല്, വളകളൊക്കെയാണ് കുർത്തി ധരിക്കുമ്പം നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ആഭരണങ്ങൾ. അതുകൊണ്ട് തന്നെ കൂടുതലും ഞാൻ ഈ ഒരു മാലയാണ് യൂസ് ചെയ്യുന്നത്. ഇതും ഏകദേശം 3 പവൻ തൂക്കം വരുന്നതാണ്. അപ്പം ഇത്രയാണ് എൻ്റെ മാലകളുടെ കളക്ഷന്. അപ്പോൾ ഇനി അടുത്തത് എൻ്റെ വളകളുടെ കളക്ഷൻ നോക്കാം. അപ്പം വളകളാണേലും ഞാൻ ഒരുപാട് വീതിയുള്ള കാപ്പ് സൈസ് ഒന്നും എടുക്കാറില്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ വണ്ണമുള്ള കൈയൊക്കെ ആകുമ്പോൾ കാപ്പ് പോലത്തെ വളകളൊക്കെ ഇടുമ്പോഴത്തേക്ക് കൂടുതൽ വണ്ണം തോന്നും, കൈക്ക് ഒരു അഭംഗി വരും. അപ്പം കുറച്ച് വണ്ണമുള്ളവർ അധികം വലിപ്പമില്ലാത്ത വളകളായിട്ട് എടുക്കുന്നതായിരിക്കും അവരുടെ കൈക്ക് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വളകൾ ഇടരുത്. മാക്സിമം ഒരു ഫംഗ്ഷന് പോയാൽ പോലും ഒരു 4 വളയിൽ കൂടുതൽ കയ്യിൽ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അത്രയൊക്കെ ആകുമ്പോൾ നമ്മുടെ കൈക്കൊരു ഭംഗി വരും. അപ്പോൾ 4 എണ്ണത്തിൽ കൂടുതലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അതൊരു കാണുന്നവർക്കും നമുക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ കയ്യിലൊക്കെ ഒരുപാട് ഇങ്ങനെ പൊതിഞ്ഞു കിടക്കുന്ന ആ ഒരു പ്രതീതി വരും. അതുകൊണ്ട് തന്നെ ഞാൻ അധികം വീതിയുള്ള വളകൾ വാങ്ങാറില്ല. ചെറിയ വളകളാണ് എനിക്കിഷ്ടം. അപ്പോൾ വളകളെല്ലാം കൂടെ ഞാൻ ഒന്നിച്ച് കാണിക്കാം. കാരണം നമുക്ക് സെപ്പറേറ്റ് ആക്കേണ്ട കാര്യമില്ല, ഓരോന്നായിട്ട് കാണിക്കേണ്ട കാര്യമില്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പം ഇതാണ് എൻ്റെ വളകൾ. ഇപ്പം ഇത് രണ്ടും ഒരു ഡിസൈന്. ഇതൊക്കെ എൻ്റെ മിക്കവാറും 1.5 പവൻ 1.25 പവൻ തൂക്കത്തിലൊക്കെ വരുന്ന വളകളാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡെയിലി ഈ വളകൾ മാറിയിടും. അപ്പോൾ ഞാൻ വലത് കൈയിലാണ് വള ഇടുന്നത്. എനിക്ക് ഇടത് കൈയിൽ വള ഇടാൻ ഇഷ്ടമില്ല. അപ്പോൾ വലത് കൈക്ക് നമ്മുടെ ഇടത് കൈക്കാലും സ്വല്പം വണ്ണം കൂടുതലുമുണ്ട്. അപ്പം എന്നും ഇങ്ങനെ രാവിലെയും വൈകിട്ടും വള ഊരുകയും ഇടുകയും ചെയ്യുമ്പോൾ തൂക്കം കുറഞ്ഞ വളകൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം 916 ഒക്കെ ആയതുകൊണ്ട് അധികം ബലം കാണുകയില്ല. അപ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ അല്പം തൂക്കത്തിൽ തന്നെ വളകൾ എടുക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ വളകൾ. അപ്പം ഇത് രണ്ടും, ഇത് 1.5 പവൻ വീതമുള്ള 2 എണ്ണം, പിന്നെ അടുത്തത് വേറെ 1.5 പവൻ വീതമുള്ള. അപ്പോൾ ഇവിടത്തേൽ ചെറിയ ഇനാമൽ വർക്കുകളൊക്കെ ഉണ്ട്. ഇത് 1.25 പവൻ്റെയാണ്, 3 എണ്ണമുണ്ട്. അതേലും ഇനാമൽ കളറിംഗ് ഉണ്ട്. പിന്നെ നടുക്കോടെ ചെറിയ മുത്തുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു സിക്സാഗ് മോഡലിലുള്ള ഇനാമൽ പെയിൻറ്റിംഗ് ഉള്ള ഒരു വളയാണ്. ഇതും ചെറിയ ഇനാമൽ പെയിൻറ്റിംഗ് ഉണ്ട്. പിന്നെ ഇത് സാധാരണ അത്യാവശ്യം എൻ്റെ കയ്യിലുള്ളതിൽ ഒരു കാപ്പ് മോഡൽ എന്ന് പറയാൻ പറ്റിയത് ഈ 2 എണ്ണമേ ഉള്ളൂ. ഇത് ഒരെണ്ണം 2 പവനാണ്. അപ്പോൾ ഇത് ആണ് ഞാൻ വല്ലപ്പോഴും ഒരു കാപ്പിടണം എന്നൊക്കെ തോന്നുമ്പോൾ വെയർ ചെയ്യുന്ന വളയാണിത്. അപ്പം ഇത്രയാണ് എൻ്റെ വളകൾ. പിന്നെ ആ കൂടെ തന്നെ നമ്മൾ ആദ്യം കാണിച്ച ഈ ഒരു വള. പിന്നെ എൻ്റെ കൊലുസാണ്. അപ്പോൾ കൊലുസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലത്തെ ചെത്ത് ചെയിൻ്റെ കൊലുസാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിപ്പോൾ ഏകദേശം ഒരു 10 വർഷമായതാണ് ഞാൻ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇതുവരെ ഇതിൻ്റെ ഒന്ന് ഒട്ടും അയഞ്ഞു പോവുകയോ പൊട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ നല്ലൊരു മോഡലാണ്. നമുക്ക് പാദസരത്തിന് ഏറ്റവും പറ്റിയ ഒരു ചെയിൻ ഇത് തന്നെയാണ്, ഈ ചെത്ത് ചെയിന്. അപ്പം നല്ല തിളക്കവുമുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ബോംബെ ചെയിൻ അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ തിളക്കമൊക്കെ മങ്ങും, അല്ലെങ്കിൽ കണ്ണികൾ പൊട്ടിപ്പോകും, അല്ലെങ്കിൽ കൊലുസ് അയഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെത്ത് ചെയിൻ വാങ്ങിക്കുവാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ഇത് അയഞ്ഞും പോവുകയില്ല, പൊട്ടിയും പോവുകയില്ല. അത്രയ്ക്കും നല്ലൊരു മോഡലാണ്, നല്ലൊരു പണിയാണിത്. അപ്പം നിങ്ങൾ കൊലുസ് പാദസരം വാങ്ങിക്കാനൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാറിയെടുക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെത്ത് ചെയിൻ എടുക്കുന്നതായിരിക്കും നമുക്ക് കൂടുതൽ ലാഭം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കൊലുസിൻ്റെ അറ്റത്ത് ചെറിയൊരു ഹാർട്ടിൻ്റെ ഒരു ചെറിയ ലോക്കറ്റും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ കാലയിലെ കൊലുസ് കിടക്കുന്ന കാണുമ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി വരും, അതിനു വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. പിന്നെയുള്ളത് 5 പവൻ വരുന്ന ഒരു അരങ്ങാണം. അപ്പോൾ അരങ്ങാണമാണെങ്കിലും ഈ മോഡൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. കാരണം നമ്മൾ വണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ നമുക്കിത് കൂട്ടിയിടാനും കുറച്ചിടാനുമായിട്ട് എളുപ്പമുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ തണ്ട് പോലത്തെ അരങ്ങാണമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കൊളുത്തിടാൻ ഓരോ കണ്ണികൾ പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഇച്ചിരി വണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓടിപ്പോയി അടുത്ത കണ്ണി പിടിപ്പിക്കണം, അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പം ഇത്തരം ഒരു ചെയിൻ വാങ്ങുകയാണെങ്കിൽ നമ്മൾ വണ്ണം കൂടുന്നതനുസരിച്ച് മാറ്റിയിടാനും കുറയുന്നതനുസരിച്ച് കുറച്ചിടാനും ഒക്കെ ആയിട്ട് എളുപ്പമുണ്ട്. അപ്പം ഇത്
ആണ് എൻ്റെ കയ്യിലുള്ള അടുത്ത ഓർണമെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് കളക്ഷൻസ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.